ഐസ് ചൂടാക്കുമ്പോൾ ജലമായി മാറുന്ന പ്രക്രിയയ്ക്ക് അനുയോജ്യമായത് കണ്ടെത്തുക. കണികകളുടെ ഊർജം കൂടുന്നു. കണികകൾ തമ്മിലുള്ള അകലം കൂടുന്നു. കണികകൾ തമ്മിലുള്ള ആകർഷണം കുറയുന്നു. കണികകളുടെ ചലനം കുറയുന്നു. ആൻസർ ഈസ് ഓപ്ഷൻ സി ആണ്. 1, 2, 3 ആണ് ശരിയായിട്ട് വരുന്നത്. 1, 2, 3 ശരിയായിട്ട് വരുന്നത്. അതായത് കണികകളുടെ ഊർജം കൂടുന്നു. കണികകൾ തമ്മിലുള്ള അകലം കൂടുന്നു. കണികകൾ തമ്മിലുള്ള ആകർഷണം കുറയുന്നു. ഐസ് ചൂടാക്കുമ്പോൾ ജലമായി മാറുന്നു. അതായത് സോളിഡ് സ്റ്റേറ്റിൽ നിന്നും ഏത് സ്റ്റേറ്റിലേക്ക് മാറുന്നു? ലിക്വിഡ് സ്റ്റേറ്റിലേക്ക് മാറുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഖരപദാർത്ഥത്തെക്കാൾ കുറച്ചുകൂടെ സ്വാതന്ത്ര്യം അഥവാ എനർജി ആർക്കുണ്ടായിരിക്കും? ലിക്വിഡിനുണ്ടായിരിക്കും. കണികകൾ തമ്മിലുള്ള ഡിസ്റ്റൻസ് കുറവായിരിക്കും. ആകർഷണവും കുറയുന്നുണ്ട്. അപ്പം നോക്കാം. ഐസ് ജലമായിട്ട് മാറുമ്പോൾ അതിന് പറയുന്ന പേരാണ് ദ്രവീകരണം എന്നാണ്. എന്താണ് പറയുന്നത്? ഐസ് ജലമായിട്ട് മാറുമ്പോൾ ഉണ്ടാവുന്ന പേരാണ് ദ്രവീകരണം. ഐസ് ഉരുകുമ്പോൾ അവ താപം ആഗിരണം ചെയ്യുകയും തന്മാത്രകളുടെ ഊർജം വർദ്ധിക്കുകയും ചെയ്യുന്നു. ഐസ് ഉരുകി ജലമാകുമ്പോൾ താപം അവിടെ ആഗിരണം ചെയ്യപ്പെടുകയും തന്മാത്രകളുടെ എനർജി വർദ്ധിക്കുകയും ചെയ്യുന്നു. ഇനിയും ഖരം ദ്രാവകമായി മാറുന്ന പ്രക്രിയയാണ് ദ്രവീകരണം എന്ന് പറയുന്നത്. ഐസ് ഉരുകുന്ന ഊഷ്മാവ് എന്ന് പറഞ്ഞത് 0 ഡിഗ്രി സെൽഷ്യസ് ആണ്, അല്ലെങ്കിൽ 32 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ് ഏതെന്ന് പറയുന്നത്? ഐസ് ഉരുകുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് 32 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. സാധാരണ മർദ്ദത്തിൽ ഖരവസ്തുവിലെ ദ്രവീകരിക്കുന്ന നിശ്ചിത താപനിലയാണ് ദ്രവണാങ്കം. അതായത് ഖരവസ്തുക്കൾ ദ്രവീകരിക്കുന്ന ആ ഒരു താപനിലയ്ക്ക് പറയുന്ന പേരാണ് ദ്രവണാങ്കം അഥവാ മെൽട്ടിംഗ് പോയിന്റ്. അടുത്ത ക്വസ്റ്റ്യൻ. ലോകത്തിലെ ഏറ്റവും വലിയ പരീക്ഷണാത്മക ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടറായ JT60SA ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചത് എവിടെ? ചൈന, ജപ്പാൻ, കൊറിയ, റഷ്യ. ആൻസർ ഈസ് ഓപ്ഷൻ ബി. ജപ്പാനിലാണ് ലോകത്തിലെ ഏറ്റവും വലിയ പരീക്ഷണാത്മക ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടർ ആയിട്ട് ഔദ്യോഗികമായി പ്രവർത്തനം ആരംഭിച്ചത്. ന്യൂക്ലിയർ ഫ്യൂഷൻ റിയാക്ടർ ആയിട്ടുള്ള JT60SA എന്നത് ഒഫീഷ്യലി പ്രവർത്തനം ആരംഭിച്ചത് ജപ്പാനിൽ ആണ്. ഇത് ടോക്കിയോ എന്ന് പറയുന്ന നഗരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത്. ജപ്പാനിലെ ടോക്കിയോയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിനകത്ത് SA എന്ന് പറയുന്ന പദം സൂചിപ്പിക്കുന്നത് സൂപ്പർ അഡ്വാൻസ്ഡ് എന്നാണ്. ഇതിനകത്ത് SA എന്ന് പറയുന്ന പദം സൂചിപ്പിക്കുന്നത് സൂപ്പർ അഡ്വാൻസ്ഡ് എന്നാണ്. ഫ്യൂഷൻ റിയാക്ടറിൽ ഹൈഡ്രജൻ ഐസോട്ടോപ്പ് ആയിട്ടുള്ള ഡ്യൂട്ടീരിയം ആണ് ട്രിഷ്യത്തിന് പകരമായിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പം ഈ ഒരു റിയാക്ടർ എന്ന് പറഞ്ഞിരിക്കുന്നത് യൂറോപ്പും ജപ്പാനും കൂടെ സംയുക്തമായിട്ടാണ് വികസിപ്പിച്ചത്. യൂറോപ്പും ജപ്പാനും കൂടെ സംയുക്തമായിട്ടുള്ള ഒരു ന്യൂക്ലിയർ റിയാക്ടർ ആണ് 2023 ഡെവലപ്പ് ചെയ്തത്. JT60SA എന്നത് SA ഡിനോട്ട് ചെയ്തത് സൂപ്പർ അഡ്വാൻസ്ഡ് എന്നാണ്. ഇന്ത്യയുടെ ആദ്യത്തെ റിയാക്ടറാണ് അപ്സര. ഇന്ത്യയുടെ ആദ്യ റിയാക്ടറാണ് അപ്സര. ഇനിയും U33 അതായത് യുറേനിയത്തിന്റെ 233 എന്ന് പറയുന്ന ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്ന രാജ്യത്തെ ആദ്യത്തെ ഗവേഷണ റിയാക്ടർ ആണ് കാമിനി. ഇന്ത്യയുടെ U233 അതായത് 233 യുറേനിയം എന്ന് പറയുന്ന അത് ഇന്ധനമായിട്ട് ഉപയോഗിക്കുന്നത് കാമിനി റിയാക്ടറിലാണ്. എവിടെയാണ്? കാമിനിയാണ്. ഇനി ഇന്ത്യയുടെ റിസർച്ച് റിയാക്ടറുകൾക്ക് ഉദാഹരണമാണ് അപ്സര, ധ്രുവ, പൂർണിമയുടെ തന്നെ 1, 2, 3 സീരീസ് എല്ലാം ഏതിൻ്റെ റിസർച്ച് റിയാക്ടറുകളായിട്ടാണ് വരുന്നത്. ഇന്ത്യയുടെ ന്യൂക്ലിയർ റിയാക്ടറുകൾക്കകത്ത് റിസർച്ച് റിയാക്ടറുകളായിട്ട് വരുന്നതാണ് ധ്രുവ, പൂർണിമ, സിറസ്, അപ്സര U. ഇതെല്ലാം ഏത് കാറ്റഗറിയിലാണ്? റിസർച്ച് റിയാക്ടർ ആയിട്ടാണ് വരുന്നത്. ഇന്ത്യയുടെ ആദ്യ റിയാക്ടറാണ് അപ്സര. കാമിനിയിൽ ഉപയോഗിക്കുന്നത് ഇന്ധനം U233 ആണ്. അടുത്ത ക്വസ്റ്റിലേക്ക് നോക്കാം. ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് വലിയ ബഹിരാകാശ ദൂരദർശിനിയായ ജെയിംസ് വെബ് ബഹിരാകാശ ദൂരദർശിനിയുടെ സവിശേഷതകളിൽ ഉൾപ്പെടാത്തത് ഏത്? ഹബിൾ ദൂരദർശിനിയുടെ പരിധിയേക്കാൾ 100 മടങ്ങ് മങ്ങിയ വസ്തുക്കളെ നിരീക്ഷിക്കാൻ കഴിയും. ഉപഗ്രഹങ്ങൾ, ഗ്രഹങ്ങൾ, ചിഹ്നഗ്രഹങ്ങൾ, ധൂമകേതുക്കൾ എന്നിവയെ പരിശോധിക്കാൻ കഴിയും.
താരാപഥങ്ങളുടെ രൂപീകരണം പഠിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്നു. വെബ് ദൂരദർശിനി ഭൂമിക്ക് ചുറ്റും നിശ്ചിത ഓർബിറ്റലിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. ആൻസർ ഈസ് ഓപ്ഷൻ ഡി. ഉൾപ്പെടാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഉൾപ്പെടാത്തത് വെബ് ദൂരദർശിനി ഭൂമിക്ക് ചുറ്റും നിശ്ചിത ഓർബിറ്റലിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നാണ് സവിശേഷതകളിൽ പെടാത്തത്. അപ്പൊ സവിശേഷതകളിൽ പെടുന്ന കാര്യങ്ങൾ നമ്മൾ പഠിച്ചു വെക്കണം. ഹബിൾ ദൂരദർശിനിയുടെ പരിധിയേക്കാൾ എത്ര മടങ്ങ് ഇതിനെ ഒബ്സർവ് ചെയ്യാൻ സാധിക്കും? 100 മടങ്ങ്. ഹബിൾ ദൂരദർശിനിയുടെ പരിധിയേക്കാൾ 100 മടങ്ങ് മങ്ങിയ വസ്തുക്കളെ നിരീക്ഷിക്കുവാൻ ഇതിന് കഴിയും. ഉപഗ്രഹമായാലും ഗ്രഹമായാലും ചിഹ്നഗ്രഹമായാലും ധൂമകേതുക്കൾ എന്നിവയെ പരിശോധിക്കാൻ ഏതിനു കഴിയും? ജെയിംസ് വെബിന് കഴിയുന്നതാണ്. താരാപഥങ്ങളുടെ രൂപീകരണം പഠിക്കുകയും നിരീക്ഷിക്കുകയും ചെയ്യുന്നു. താരാപഥങ്ങളുടെ ഫോർമേഷനും അവയെ പറ്റിയിട്ടുള്ള സ്റ്റഡീസും ഒബ്സർവും ഒക്കെ ആര് ചെയ്യുന്നുണ്ട്? ജെയിംസ് വെബ് ചെയ്യുന്നുണ്ട്. അപ്പൊ ആരൊക്കെയാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 2021 ഡിസംബർ മാസം 25 ആണ് ഇത് വിക്ഷേപിച്ച ഡേറ്റ്. 2021 ഡിസംബർ 25 ജെയിംസ് വെബ് സ്പേസ് ടെലസ്കോപ്പ് വിക്ഷേപിച്ചത്. നാസയും കനേഡിയൻ സ്പേസ് ഏജൻസിയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും ചേർന്നിട്ടാണ് വിക്ഷേപിച്ചത്. നാസയും കനേഡിയൻ സ്പേസ് ഏജൻസിയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും ചേർന്നിട്ടാണ് ഇത് വിക്ഷേപിച്ച ഡേറ്റ് 2021 ഡിസംബർ മാസം 25. ഫസ്റ്റ് പോയിന്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഹബിൾ ദൂരദർശിനിയുടെ 100 മടങ്ങ്. ഗ്രഹങ്ങൾ ഉപഗ്രഹങ്ങളുടെ പറഞ്ഞിട്ടുണ്ട്. ഇനി ആദ്യകാല നക്ഷത്രങ്ങളെയും ഗാലക്സികളെയും കണ്ടെത്തുകയും മറ്റ് നക്ഷത്രങ്ങളെ ചുറ്റുന്ന നിഗൂഢ ലോകങ്ങളുടെ അന്തരീക്ഷം പഠിക്കുകയും ചെയ്യുന്നത് ഇതിന്റെ ഒരു ലക്ഷ്യമാണോ എന്ന് ചോദിച്ചാലും അത് നമ്മൾ എസ് എന്ന് വേണം പറയാൻ വേണ്ടിയിട്ട്. ആദ്യകാലത്തെ നക്ഷത്രങ്ങളെയും ഗാലക്സികളെയും ഒക്കെ കണ്ടെത്തുന്നതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഇത് ചെയ്യുന്നുണ്ട്. ഇപ്പം ഇത് ഭൂമിയിൽ നിന്നും എത്ര കിലോമീറ്റർ അകലെ നിന്ന് സൂര്യനെ വലം വെക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 15 ഒരു 5 ഇത്രയും കിലോമീറ്റർ അകലെ നിന്ന് ഭൂമിയിൽ നിന്ന് ആരെയും വലം വെക്കും? സൂര്യനെയും വലം വെക്കും. ഭൂമിയിൽ നിന്ന് 15 കിലോമീറ്റർ അകലെ നിന്ന് സൂര്യനെ വലം വെക്കും. ഇത് വിക്ഷേപിച്ച സ്ഥലം എന്ന് പറഞ്ഞത് ഫ്രഞ്ച് ഗയാന ആണ്. എവിടെയാണ്? ഫ്രഞ്ച് ഗയാനയിൽ നിന്നിട്ടാണ് ഇത് വിക്ഷേപിച്ചത്. വിക്ഷേപിച്ച റോക്കറ്റിന്റെ പേര് ഏരിയൻ 5 എന്നിട്ടാണ്. 5 ഇത് സ്ഥിതി ചെയ്യുന്നത് ഭൂമിയിൽ നിന്ന് 15 ലക്ഷം കിലോമീറ്റർ അകലെയുള്ള L2 ഭ്രമണപഥത്തിൽ ആണ്. എവിടെയാണ് ഈ പറയുന്നത് സ്ഥിതി ചെയ്യുന്നത്? അപ്പൊ വെബ് ദൂരദർശിനി ഭൂമിക്ക് ചുറ്റും നിശ്ചിത ഓർബിറ്റിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്നു എന്നത് തെറ്റാണെന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ. ഇത് ഏത് ഭ്രമണപഥത്തിലാണ്? L2 ഭ്രമണപഥത്തിലാണ്. ഭൂമിയിൽ നിന്നും 15 ലക്ഷം കിലോമീറ്റർ അകലെയുള്ള L2 ഭ്രമണപഥത്തിലാണ് ഇത് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഇനിയും അതുകൂടാതെ ആരുടെ പേരിലാണ് ഈ ഒരു ടെലസ്കോപ്പിന് പേര് നൽകിയിരിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നാസയുടെ അഡ്മിനിസ്ട്രേറ്റർ ആയിരുന്ന ജെയിംസ് ഇ വെബിന്റെ പേരിലാണ് ടെലസ്കോപ്പിന് പേര് നൽകിയിരിക്കുന്നത്. ഒരു നക്ഷത്രം രൂപം കൊള്ളുന്നതിന് പിന്നിലെ മുഴുവൻ പ്രക്രിയയും പകർത്തിയ നാസയുടെ ബഹിരാകാശ ദൂരദർശിനി എന്ന പ്രതിഭാസത്തിന്റെ അതായത് സ്റ്റെല്ലാർ ഡാൻഡ്രം എന്ന പ്രതിഭാസത്തിന്റെ ചിത്രങ്ങളാണ് പൂർണ്ണമായിട്ടും ഇത് ഉപയോഗിച്ച് പകർത്തിയത്. ഒരു നക്ഷത്രം രൂപം കൊള്ളുന്നതിന് പിന്നിലെ മുഴുവൻ പ്രക്രിയയും പകർത്തിയ നാസയുടെ ബഹിരാകാശ ദൂരദർശിനി ആണ് ഇതെന്ന് പറഞ്ഞത്. ഒരു നക്ഷത്രം രൂപം കൊള്ളുന്നതിന് പിന്നിലെ മുഴുവൻ പ്രക്രിയയും അത് ഏതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്റ്റെല്ലാർ ഡാൻഡ്രം എന്ന പ്രതിഭാസം ഒന്ന് ജസ്റ്റ് ഓർത്ത് വെച്ചേക്കുക. സ്റ്റെല്ലാർ ഡാൻഡ്രം എന്ന പ്രതിഭാസം ഞാൻ ഒന്നുകൂടെ പറയാം, ശ്രദ്ധിക്കുക. 2021 ഡിസംബർ 25 ഇത് വിക്ഷേപിച്ച റോക്കറ്റ് ഏരിയാനെ 5 ആണ്. ഫ്രഞ്ച് ഗയാനയിൽ നിന്നിട്ടാണ് വിക്ഷേപിച്ചത്. 2021 ഡിസംബർ 25 നാസയും കനേഡിയൻ സ്പേസ് ഏജൻസിയും യൂറോപ്യൻ സ്പേസ് ഏജൻസിയും കൂടെ ചേർന്നിട്ടാണ് വിക്ഷേപിച്ചത്. ഹബിൾ ദൂരദർശിനിയുടെ പരിധിയേക്കാൾ എത്ര മടങ്ങ്? 100 മടങ്ങ് മങ്ങിയ വസ്തുക്കളെ നിരീക്ഷിക്കാൻ കഴിയും. സൗരയൂഥത്തിലെ ഗ്രഹങ്ങളും ഉപഗ്രഹങ്ങളും എന്നിവയെക്കുറിച്ച് പഠിക്കാനും വേണ്ടിയിട്ടാണ് ഇത് അയച്ചിരിക്കുന്നത്. ആദ്യകാല നക്ഷത്രങ്ങളെയും ഗാലക്സികളെയും കണ്ടെത്തുകയും അവയുടെ നിഗൂഢ രഹസ്യങ്ങളൊക്കെ പഠിക്കാനും വേണ്ടിയിട്ടും വിക്ഷേപിച്ചിട്ടുള്ളതാണ്. ഭൂമിയിൽ നിന്ന് 15 ലക്ഷം കിലോമീറ്റർ അകലെ നിന്ന് സൂര്യനെ വലം വെക്കും. ഏത് ഭ്രമണപഥത്തിൽ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ L2 ഭ്രമണപഥത്തിലാണ് ഇത് നിൽക്കുന്നത്. ജെയിംസ് ഇ വെബിന്റെ
സ്മരണയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പേര് കൊടുത്തിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ഒറ്റപ്പെട്ടത് കണ്ടെത്തുക. ക്ഷയം, ചിക്കൻ ബോക്സ്, എലിപ്പനി. ആൻസർ ഈസ് ഓപ്ഷൻ ബി, ചിക്കൻ ബോക്സ് ആണ്. ചിക്കൻ ബോക്സ് എന്ന് പറഞ്ഞിരിക്കുന്നത് ഒരു വൈറസ് രോഗമാണ്. ക്ഷയവും ഡിഫ്തീരിയയും എലിപ്പനിയും എല്ലാം ബാക്ടീരിയ രോഗങ്ങളാണ്. ക്ഷയവും എലിപ്പനിയും ഡിഫ്തീരിയയും ബാക്ടീരിയ രോഗങ്ങളാണ്. ബാക്കിയുള്ള ബാക്ടീരിയ രോഗങ്ങളോട് നമുക്കൊന്ന് പരിചയപ്പെടാം. അതായത് കോളറ, ക്ഷയം, കുഷ്ഠം, ടെറ്റനസ്, ഡിഫ്തീരിയ, ടൈഫോയിഡ്, വില്ലൻ ചുമ, പ്ലേഗ്, എലിപ്പനി, ഗൊണേറിയ, സിഫിലിസ്, ആന്ത്രാക്സ്, തൊണ്ടകാറൽ, ഭക്ഷ്യവിഷബാധ, ഡിസെൻറ്ററി, സ്പോട്ടഡ് ഫീവർ, ക്ലാമിഡിയാസിസ്. ഇവയെല്ലാം ബാക്ടീരിയാസ് പരത്തുന്ന രോഗങ്ങളാണ്. ഒന്നുകൂടെ ശ്രദ്ധിക്കുക. കോളറ, ക്ഷയം, കുഷ്ഠം, ടെറ്റനസ്, ഡിഫ്തീരിയ, ടൈഫോയിഡ്, വില്ലൻ ചുമ, പ്ലേഗ്, എലിപ്പനി, ഗൊണേറിയ, സിഫിലിസ്, ആന്ത്രാക്സ്, തൊണ്ടകാറൽ, ഭക്ഷ്യവിഷബാധ, ഡിസെൻറ്ററി, സ്പോട്ടഡ് ഫീവർ, ക്ലാമിഡിയാസിസ് എന്നിവ ബാക്ടീരിയ പരത്തുന്ന രോഗങ്ങളാണ്. അടുത്തത്, നിപ്പ വൈറസിന്റെ പ്രകൃത്യാലുള്ള വാഹകർ ആരെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ ഈസ് ഓപ്ഷൻ എ, വവ്വാൽ ആണ് നിപ്പ വൈറസുമായി ബന്ധപ്പെട്ട പ്രകൃത്യാലുള്ള വാഹകർ എന്ന് പറഞ്ഞത്. നിപ്പ വൈറസ് കേരളത്തിൽ ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെട്ട ജില്ല ചോദിച്ചാൽ ഏത് ജില്ല പറയണം? കോഴിക്കോട് ജില്ല വേണം പറയാൻ വേണ്ടിയിട്ട്. സോറി. ഇനി ഇതിന് കാരണമായിട്ടുള്ള സൂക്ഷ്മജീവി വൈറസ് ആണ് നിപ്പ വൈറസ്. ഇനി ഇത് സുനോട്ടിക് വൈറസ് ആണ്. സുനോട്ടിക്, അങ്ങനെയുള്ള ചോദ്യങ്ങളും ചോദിക്കുന്നുണ്ട്. സുനോട്ടിക് അതായത് മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്നു. കൂടാതെ മലിനമായ ഭക്ഷണത്തിലൂടെയോ ആളുകൾക്കിടയിൽ നേരിട്ടോ പകരാം. മൃഗങ്ങളിൽ നിന്ന് മനുഷ്യരിലേക്ക് പകരുന്നു. കൂടാതെ മലിനമായ ഭക്ഷണത്തിലൂടെയോ ആളുകൾക്കിടയിൽ നേരിട്ടോ പകരാം. ഇനി നിപ്പ വൈറസ് രോഗം റിപ്പോർട്ട് ചെയ്ത ആദ്യ രാജ്യമാണ് മലേഷ്യ, സിംഗപ്പൂർ എന്നിവ. ആദ്യ രാജ്യം മലേഷ്യ, സിംഗപ്പൂർ. 1999 ഇത് ചെയ്തത്. നിപ്പ വൈറസിന്റെ പ്രകൃത്യാലുള്ള വാഹക ജീവിയാണ് പഴം ഭക്ഷിക്കുന്ന വവ്വാലുകൾ എന്ന് പറയുന്നത്. നിപ്പ വൈറസ് ബാധ കണ്ടെത്തിയതിന് ബഹുമാനാർത്ഥം കേരള സർക്കാരിന്റെ പ്രത്യേക പുരസ്കാരത്തിന് അർഹനായ ഡോക്ടർ ആണ് ഡോക്ടർ അനൂപ് കുമാർ. ഡോക്ടർ അനൂപ് കുമാറിനാണ് നിപ്പ വൈറസ് കണ്ടെത്തിയതിനുള്ള ബഹുമാനാർത്ഥം കേരള സർക്കാരിന്റെ പ്രത്യേക പുരസ്കാരത്തിന് അർഹൻ ആയത്. ഇനി ലോകാരോഗ്യ സംഘടനയുടെ ആദരം ലഭിച്ച മലയാളി നേഴ്സാണ് ലിനി പുതുശ്ശേരി. ലോകാരോഗ്യ സംഘടനയുടെ ആദരം ലഭിച്ച മലയാളി നേഴ്സാണ് ലിനി പുതുശ്ശേരി എന്ന് പറയുന്നത്. ഇനി ഇതിന് സമാനമായിട്ട് ഒരു പുതിയൊരു വൈറസ് ഉണ്ട്, ഹെൻഡ്ര വൈറസ് എന്നാണ് അറിയപ്പെടുന്നത്. എന്താണ്? നിപ്പയ്ക്ക് സമാനമായിട്ട് വവ്വാലുകൾ തന്നെ പരത്തുന്നതാണ് ഹെൻഡ്ര, HENDRA, ഹെൻഡ്ര വൈറസ്. ഹെൻഡ്ര വൈറസ്. ഓക്കെ, അപ്പൊ അത്രയും കാര്യങ്ങൾ ഓർത്തു വെച്ചേക്കണം. കേരളത്തിൽ കോഴിക്കോടാണ് ആദ്യമായിട്ട് റിപ്പോർട്ട് ചെയ്തത്. അതായത് ദക്ഷിണേന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് നിപ്പ വൈറസ് പ്രത്യക്ഷപ്പെട്ടത് കേരളത്തിൽ ആണ്. ആദ്യ രാജ്യം മലേഷ്യ, സിംഗപ്പൂർ. പ്രത്യേക പുരസ്കാരം കൊടുത്തത് അനൂപ് കുമാറിനാണ്. നിപ്പ വൈറസ് അതുമായി ബന്ധപ്പെട്ട ലോകാരോഗ്യ സംഘടന ആദരം ലഭിച്ച മലയാളി നേഴ്സ് ലിനി പുതുശ്ശേരി. നിപ്പ വൈറസ് ബാധിച്ചവരെ ചികിത്സിക്കുന്നതിനിടയിൽ വൈറസ് ബാധയേറ്റ് മരണപ്പെട്ടതിനോടുള്ള ആദര സൂചകം ആണ് ഇതെന്ന് പറയുന്നത്. ഓക്കെ, താങ്ക് യു.